ശ്രീ വസന്ത് സിറിയക്ക് ഇതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മോചിതനായി ജാമ്യം കിട്ടി ഇറങ്ങി. മുമ്പ് മുരാരി ബാബു അടക്കമുള്ള പ്രതികളും ജാമ്യം കിട്ടി ഇറങ്ങിയിരുന്നു. അടുത്ത ദിവസം മറ്റു പ്രതികളും അവരുടെ 90 ദിവസ കാലാവധി പൂർത്തിയാവുന്നതിനനുസരിച്ച് മറ്റു പ്രതികളും ഇറങ്ങും. സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ്. സ്വാഭാവികമായിട്ടും ജാമ്യം കൊടുത്തേ പറ്റൂ, കാരണം കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് വലിയ അപരാധമൊന്നുമല്ല. ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ വേണ്ടതെന്ന് കോടതി, ഇതിന് മേൽനോട്ടം വഹിക്കുന്ന കോടതി വ്യക്തമാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ അതിലെന്തെങ്കിലും ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സ്വാഭാവികമായ ജാമ്യം എന്നത് തെറ്റാണ്. BNSന്റെ 187(3) സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്താ പറയുന്നത്? 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചില്ലെങ്കിൽ, ആ ചാർജ് ഷീറ്റ് സമർപ്പിച്ചില്ലെങ്കിലാണ് ഈ ബെയിൽ അവൈലബിൾ ആകുക. അപ്പൊ അത് സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ്, റൈറ്റ് ഓഫ് ദ കൺവിക്ട് എന്നുള്ളതാണ്. അപ്പൊ അയാൾക്ക് അത് റൈറ്റായി മാറുന്നത് 90 ദിവസത്തിനുള്ളിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കാത്തത് കൊണ്ടാണ്. അതായത് ഇത് സ്വാഭാവികമായി മാറുന്നത് അസ്വാഭാവികമായി സർക്കാർ അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രിക്കുന്ന SIT അവർ ചാർജ് ഷീറ്റ് സമർപ്പിക്കാത്തത് കൊണ്ടാണ് എന്നത് കൂടി കൂട്ടി വായിക്കണം. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ 90 ദിവസം കഴിഞ്ഞു പോകുന്നത് വലിയ അപരാധമല്ല. കാരണം തിരുവനന്തപുരത്ത് PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് കൃത്രിമത്വം കാണിച്ച SFI പ്രവർത്തകരുടെ വാർത്ത അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. അതിൽ 1.5-2 വർഷം കഴിഞ്ഞ് കോടതി കണിശമായി വിമർശിച്ച ശേഷമാണ് ഈ പറയുന്ന ചാർജ് ഷീറ്റ് സമർപ്പിച്ചത്. അതായത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ CPM നേതാക്കൾ പ്രതിയാകുന്ന എല്ലാ കേസിലും 90 ദിവസത്തിനുള്ളിൽ ഒരു കേസിൽ പോലും ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടില്ല എന്ന അത്ഭുതാവകമായ കാര്യം പല കേസുകളും ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെ ടെക്നിക്കാലിറ്റീസ്, നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് എന്ന് അഭിഭാഷകർ പറയുന്ന ആ ടെക്നിക്കാലിറ്റീസിനെ ഉപയോഗിച്ചുകൊണ്ട് പോറ്റി അടക്കമുള്ളവർക്ക് ഈ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ അവൈലബിൾ ആക്കിയതിൽ സർക്കാരിന് പങ്കുണ്ടോ എന്ന ഇതിലൊരു പ്രശ്നമുള്ളത്, ഈ അന്വേഷണം എന്ന് പറയുന്നത് കോർട്ട് മോണിറ്റേർഡ് ആണ്. ഈ അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് കോടതിയാണ്. എല്ലാ 15 ദിവസവും അന്വേഷണ റിപ്പോർട്ട് വാങ്ങുന്നത് കോടതിയാണ്. സമ്പൂർണ്ണമായി കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണമാണ്. ആ നിയന്ത്രിക്കുന്ന കോടതി പറയുന്നു അങ്ങനെ എടുപിടിയുന്ന കുറ്റപത്രം കൊടുക്കേണ്ട കാര്യമില്ല, ഇത് സാധാരണ കേസാണ്, ഇത് വളരെ സങ്കീർണമായ കേസാണ്, ഇതിനൊരു അനുബന്ധ കുറ്റപത്രമോ ഇടക്കാല കുറ്റപത്രമോ കൊടുത്തുകൂടെ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെയും ആവശ്യമില്ല, ഇത് സങ്കീർണമായ ഒരു കേസാണ്, പ്രതികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ജാമ്യം കിട്ടുന്നതിലോ കുറ്റപത്രം ഇപ്പോൾ കൊടുക്കാതിരിക്കുന്നതിലോ യാതൊരു അപാകവുമില്ല എന്ന് ഈ കേസ് മോണിറ്റർ ചെയ്യുന്ന കോടതി പറഞ്ഞാൽ പിന്നെ അതിൽ രാഷ്ട്രീയ ആരോപണത്തിന് എവിടെ പ്രസക്തി ഉണ്ടല്ലോ? ശ്രീ അഭിലാഷ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതേ കോടതി തന്നെയാണ് നിങ്ങൾ ബിഗ് ഗൺസിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് SIT വിമർശിച്ചത്. രണ്ട്, SITയുടെ ഒരു മൊറൽ ബൂസ്റ്റപ്പ് ചെയ്യുക. തൽക്കാലം അങ്ങനെ അവരെ അങ്ങ് വിമർശിച്ച് പുറകോട്ട് അടിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് സർക്കാരിന്റെ അടക്കം ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദമുണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം മനസ്സിലാവുന്ന ഒരു സാഹചര്യത്തിൽ അവർ മൊറലിനെ നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന കണക്കിലാണ് കോടതി അത് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ധൃതി ഇടണ്ട, ഈ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ നിങ്ങൾ വേവലാതിപ്പെടണ്ട, മാക്സിമം ആസ് പോസിബിൾ അത് ചെയ്യുക എന്നാണ് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ചെയ്യാൻ തന്നെ കോടതി പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്കിതാ 5 വർഷം തന്നിരിക്കുന്നു, അന്വേഷിച്ച ശേഷം മടങ്ങി വരൂ എന്ന് പറഞ്ഞ് കയറൂരി വിടുകയല്ല ചെയ്തത്. രണ്ട്, ഈ പോറ്റി വെളിയിൽ ഇറങ്ങുമ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയാമോ ശ്രീ അഭിലാഷ്? നമ്മൾ പറയും ഈ പ്രതി വെളിയിൽ ഇറങ്ങുമ്പോൾ പ്രതി മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. അങ്ങനെയാണ് എല്ലാ കേസുകളിലും നമ്മൾ പറയുക. പക്ഷെ ഈ കേസിൽ നേരെ തിരിച്ചാണ്, പോറ്റി സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കേസിലെ അറസ്റ്റുകളുടെ ഒരു ക്രോണോളജി പരിശോധിച്ചു നോക്കാം. പോറ്റി അറസ്റ്റ് ചെയ്തതിനു ശേഷം പോറ്റിയാണ് മുരാരി ബാബുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. മുരാരി ബാബുവും പോറ്റിയും ചേർന്നാണ് നമ്മുടെ വാസുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർ മൂന്നും ചേർന്ന് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. N. വിജയകുമാർ ഏതായാലും അറസ്റ്റ് ചെയ്തത് ഈ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് പോറ്റി ഇനിയും കൂടുതൽ സമയം ജയിലിൽ കടന്നാൽ, ഇനിയും SITയുടെ ജുഡീഷ്യൽ റിമാൻഡിൽ ഉണ്ടായാൽ അദ്ദേഹം ഇനി എന്തെങ്കിലും വിളിച്ചു പറയാനുള്ള ആ സാധ്യതകൾ മങ്ങും വെളിയിൽ വരുമ്പോ. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ അന്താരാഷ്ട്ര മാഫിയ ഉണ്ടല്ലോ, ഞങ്ങൾ ആരോപിക്കുന്ന പോലെ സർക്കാരിന്റെ പിന്തുണയുള്ള സുഭാഷ് കപൂർ കേരള മോഡൽ, സുഭാഷ് കപൂർ മോഡൽ, ആ മോഡൽ പോറ്റിയെ സ്വാധീനിക്കില്ല എന്ന് ആര് കണ്ടു? പോറ്റിക്ക് ഇനിയും പറയാനുള്ള പേരുകൾ അത് പറയാതിരുന്നാൽ ഞങ്ങൾ സംരക്ഷിച്ചോളാം, നിയമപരമായും മറ്റുമൊക്കെ എന്ന വാക്ക് കൊടുക്കില്ല എന്ന് ആര് കണ്ടു? 90 ദിവസം കൊണ്ട് ഈ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ താങ്കൾക്ക് അവൈലബിൾ ആക്കാൻ ഞങ്ങൾ ഇടപെട്ടിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ വെളിയിൽ നിൽക്കുന്നത്. ഇനി തുടർന്നും ഞങ്ങളെ സംരക്ഷിക്കണം, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം, അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കണം, സൈലൻസ്ഡ് ആവണം എന്ന് പറയില്ല എന്ന് ആര് കണ്ടു? അപ്പൊ ആ ആശങ്ക ഞങ്ങൾക്കുണ്ട്, കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾക്കുണ്ട്, പൊതുസമൂഹത്തിനുണ്ട്. അതാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.